ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 51-52 വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 51-52 വാക്യങ്ങൾ. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബുനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. ഇന്നത്തെ നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത്, തിമായിയുടെ മകനായ ബർത്തിമായി, ആ ബർത്തിമായിക്ക് കർത്താവായ യേശു ക്രിസ്തു കാഴ്ച കൊടുക്കുകയും അവന്റെ അന്ധതയിൽ നിന്നും വെളിച്ചത്തിലേക്കുള്ള ഒരു മാറ്റമാണ് നമുക്ക് ഇവിടെ തരുന്നത്. ഇന്നത്തെ നമ്മളുടെ ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, അന്ധതയിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. ഇവിടെ ബർത്തിമായി എന്ന് പറയുന്നത് ഒരു ഭിക്ഷക്കാരനായ വ്യക്തിയായിരുന്നു. ഭിക്ഷ യാചിക്കുമ്പോൾ ആ സാഹചര്യത്തിലാണ് കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും അതുവഴി കടന്നു വരുന്നത്. അപ്പോൾ യേശുവിനോട് നിലവിളിക്കുന്ന ആ ഒരു കുരുടനായ ഭിക്ഷക്കാരനായാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ബർത്തിമായി, തിമായിയുടെ മകനായ ബർത്തിമായി, യേശുവെ, ദാവീദ് പുത്രാ, എന്നോട് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞു പല പ്രാവശ്യം യേശുവിനോട് നിലവിളിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ശിഷ്യന്മാരൊക്കെയും അവനെ വഴക്കു പറഞ്ഞു. എന്നാൽ അവനറിയാം, ഇത് ദൈവപുത്രനായ കർത്താവായി യേശുക്രിസ്തുവാണ്. ഈ യേശു എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനാണ്, രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്നവനാണെന്നുള്ള അടിയുറച്ച വിശ്വാസത്തോടെ, ദാവീദ് പുത്ര, യേശുവെ, കരുണ കാണിക്കണേ എന്ന് അവൻ വിളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ യേശു ആ വിളി കേട്ട്, നിനക്ക് എന്തു വേണമെന്ന് ബർത്തിമായോട് ചോദിക്കുമ്പോൾ, എനിക്ക് കാഴ്ച കിട്ടണം. അങ്ങനെ അവന്റെ വിശ്വാസത്താൽ അവന് കാഴ്ച കിട്ടുന്നു. അങ്ങനെ ബർത്തിമായുടെ ജീവിതം അന്ധതയിൽ നിന്നും വെളിച്ചത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു കൊണ്ടുവരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ്. ഇവിടെ ബർത്തിമായി പല പ്രാവശ്യം വിളിച്ചു, എന്നാൽ അവനെ തടഞ്ഞു. ഇവിടെ തരുന്ന ഒരു വലിയ സന്ദേശമെന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിലുള്ള നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ്. നമ്മൾ പലപ്പോഴും യേശുവിനെ വിളിക്കുമ്പോൾ ചിലർ നമ്മെ പരിഹസിക്കാം. എന്നാൽ നാം ആ യേശുവിലേക്ക് നമ്മുടെ വിശ്വാസത്തെ അർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിസന്ധികൾക്ക് പരിഹാരം തരുന്നവനാണ് ആ കർത്താവായ യേശുക്രിസ്തു. ബർത്തിമായി പല പ്രാവശ്യം നിലവിളിച്ചപ്പോൾ അവനോട് മിണ്ടാതിരിക്കാൻ ശിഷ്യന്മാർ പറഞ്ഞെങ്കിൽ ബർത്തിമായി തന്റെ നിലവിളിയെ ഉപേക്ഷിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അവൻ വളരെയധികം വിശ്വാസമുള്ളവനാണ്. അവൻ ഒരു പ്രാവശ്യം വിളിച്ചു, അവന് ഫലമില്ല. അവൻ വീണ്ടും വീണ്ടും വിളിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. തുടർച്ചയായിട്ടുള്ള യേശുവിനോടുള്ള ഒരു പ്രാർത്ഥനയുടെ നിഴലാണ് ഇവിടെ കാണുന്നത്. നിന്റെ ജീവിതത്തിനകത്ത് നീ പല പ്രാവശ്യം യേശുവിനെ വിളിച്ചിട്ട് വിടുതലില്ലെങ്കിൽ തുടർച്ചയായി നമ്മൾ വിളിക്കണം അവനെ. തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥനയുടെ നിഴലാണ് ഇവിടെ കാണുന്നത്. പ്രാർത്ഥനയിലുള്ള സ്ഥിരതയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. വ്യർത്ഥമായി പലരും ദുഷിക്കുകയും അവനോട് മിണ്ടാതിരിക്കുകയും പറഞ്ഞെങ്കിൽ അവൻ വിശ്വാസത്തോടെ വീണ്ടും വീണ്ടും വിളിക്കുന്ന ഒരവസ്ഥയാണ്. വീണ്ടും വീണ്ടുമുള്ള ഒരു പ്രാർത്ഥനയുടെ നിഴലാണ്, അല്ലെങ്കിൽ വിശ്വാസത്തോടെയുള്ള സ്ഥിരതയോടെ ഉള്ള പ്രാർത്ഥനയുടെ നിഴലാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ആത്മീക ജീവിതത്തിൽ നമുക്കൊരു രോഗത്തിന് സൗഖ്യം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വിടുതൽ വേണമെങ്കിൽ, നാം ബർത്തിമായി വിളിച്ചതുപോലെ ഒരു പ്രാവശ്യമല്ല, വീണ്ടും വീണ്ടും ചിലപ്പോൾ കർത്താവിനെ വിളിക്കേണ്ടതായിട്ടുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. അങ്ങനെ സ്ഥിരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വിടുതൽ തരുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്.
വിശ്വാസത്തോടു കൂടിയല്ല അവന്റെ നിലവിളിയെ ദൈവം മാനിച്ചു. മനുഷ്യർ തന്നോട് എന്തു പറയുന്നു എന്ന് ഒരിക്കലും വ്യർത്ഥമായി ചിന്തിച്ചില്ല. കാരണം ആ നിത്യജീവന്റെ ഉറവ തുറക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ കയ്യിൽ വിടുതലുണ്ടെന്ന് ബർത്തിമായിക്ക് വളരെയധികം വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ബർത്തിമായിയുടെ നിലവിളിക്ക് ഇവിടെ ഒരു അറുതി വരികയാണ്. അവന്റെ ജീവിതത്തിന്റെ, അവന്റെ കണ്ണുകളുടെ അന്ധത നീക്കി വെളിച്ചത്തിലേക്ക്, ലോകത്തെ കാണുവാനുള്ള വെളിച്ചത്തിലേക്ക് യേശു കൊണ്ടുവന്നു. ഇവിടെ കാണുന്നത് മറ്റൊന്നുമല്ല, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന യേശു, അന്ധതയിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ യേശു ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ തരുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, നമ്മളുടെ ആത്മീക ജീവിതത്തിനകത്ത് ഈ വിഷയം ഒന്ന് വെച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഒരുപക്ഷെ ആത്മീകതയുടെ അന്ധതയിൽ കൂടെ മുന്നോട്ട് പോകുന്നതായിരിക്കും. എന്നാൽ ഈ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് വരുമ്പോൾ ആത്മീകതയുടെ അന്ധത മാറ്റി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നവനായ ക്രിസ്തുവാണിതെന്നുള്ള ഒരു വലിയ നിഴലാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. വചനത്തിന്റെ നിഴലുകളാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. യേശു പറഞ്ഞു, എന്റെ വചനം വരഞ്ഞ് ലഭിച്ചവരല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ വചനത്തിനകത്ത് വളരെയധികം നിഴലുകളുണ്ട്. ബർത്തിമായിയുടെ വിളി എന്ന് പറയുന്നത് സ്ഥിരതയോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ നിഴലാണ്. പ്രാർത്ഥിക്കുന്നവന് ഉത്തരം കൊടുക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു വലിയ സന്ദേശമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പല വർഷങ്ങളായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ലെങ്കിൽ നമുക്ക് ഒരു കാലഘട്ടത്തിൽ മറ്റൊരു കാലത്തിൽ ഉത്തരം തരുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. യേശു നമ്മളുടെ ജീവിതത്തിന്റെ അന്ധത മാറ്റി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. കണ്ണുകളുടെ അന്ധത മാത്രമല്ല, അവൻ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അന്ധതയെ മാറ്റി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. വചനം നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, ഒരു വ്യക്തിയെ നമുക്കറിയാം, സക്കായി എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തി യേശുവിനെ കാണുവാൻ വരുമ്പോൾ അവന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റമുണ്ടാകുന്നു. യേശുവിനെ കണ്ട സക്കായിയെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കും. സക്കായി കാട്ടത്തി വീട് മുകളിൽ ഇരിക്കുമ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്, സക്കായിയെ നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കും. അങ്ങനെ സക്കായിയുടെ വീട്ടിനകത്ത് യേശു വരുമ്പോൾ അവന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ മാറ്റം വരുന്നു. സക്കായി പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ചതിവായി മേടിച്ചതൊക്കെ തിരിച്ചു കൊള്ളുക, അല്ലെങ്കിൽ 4 മടങ്ങ് തിരിച്ചു കൊടുക്കാം എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ സക്കായിയുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറി. ചതിയും വഞ്ചനയും എല്ലാം മാറ്റി സക്കായിയുടെ ജീവിതം ഒരു വലിയ വെളിച്ചത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ കാണുന്നത്, സക്കായിയുടെ ജീവിതത്തിനകത്ത്, സക്കായിയുടെ ഭവനത്തിനകത്ത് യേശു വന്നപ്പോൾ സക്കായിയുടെ ജീവിതത്തിന്റെ അന്ധത മാറി. താൻ ചതിവായി പിരിച്ച പണമൊക്കെ തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു വലിയ മാനസാന്തരത്തിന്റെ അനുഭവം സക്കായിക്ക് വരികയാണ്. ഇവിടെയാണ് ആത്മീകതയുടെ അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഇവിടെ കാണുന്നത്. നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ ഭവനത്തിനകത്ത് കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുന്നെങ്കിൽ നിന്റെ വീടിനകത്ത് ഒരു വലിയ വെളിച്ചമുണ്ടാകും. ആത്മീകതയുടെ അന്ധത മാറി വെളിച്ചത്തിലേക്ക് വരും. സക്കായിയുടെ വീടിനകത്ത് ഒരു ദൈവിക വെളിച്ചമുണ്ടായി. അവന്റെ ജീവിതത്തിനകത്ത് അവന്റെ ജീവിതത്തിന്റെ അന്ധത മാറ്റി ഒരു വെളിച്ചത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. ക്രിസ്തു എന്ന് പറയുന്നത് ലോകത്തിന്റെ വെളിച്ചമാകും. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അവനിൽ നടക്കുന്നവൻ ഒരിക്കലും ഇരുളിലിരിക്കുകയില്ല. യേശു ലോകത്തിന് വെളിച്ചമാകുന്നു. ആ വെളിച്ചത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളുടെ ആത്മീകതയുടെ അന്ധത മാറി ഒരു വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുമെന്ന് ഉള്ളൊരു വലിയ സന്ദേശമാണ് നമുക്ക് ഇന്ന് ആ കുരുടന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുന്നത്. യേശു വൃദ്ധമായി തൊട്ടപ്പോൾ അവന്റെ ജീവിതത്തിനകത്ത് ഒരു കാഴ്ചയുണ്ടായി. അവന്റെ കണ്ണുകൾക്കൊരു കാഴ്ചയുണ്ടായി. ആ നിത്യജീവന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്ന വെളിച്ചത്തിലേക്ക് കടന്നു വന്നപ്പോൾ, നമുക്കറിയാം, ഒരു ബൾബ് നമ്മൾ കത്തിച്ചു വെച്ചു കഴിഞ്ഞാൽ
ആ ബൾബിന്റെ അടുത്തേക്ക് നമ്മൾ പോകും തോറും നമുക്ക് കൂടുതൽ വെളിച്ചം കാണുവാൻ സാധിക്കും. എന്നാൽ ആ ബൾബിൽ നിന്ന് നമ്മൾ വളരെ ദൂരെ നിൽക്കുമ്പോൾ നമുക്ക് ആ വെളിച്ചത്തിന് ഒരു കുറവുണ്ടാകും. ഇതുപോലെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവം എന്ന് പറയുന്നത് ഒരു വെളിച്ചമാണ്. വചനം പറയുന്നു ദൈവം വെളിച്ചമാകുന്നു. ആ വെളിച്ചമാകുന്ന ദൈവത്തിലേക്ക് അടുത്തു ചെല്ലും തോറും നമ്മുടെ ജീവിതം ഇരുളിൽ നിന്നും പ്രകാശമായിക്കൊണ്ടേയിരിക്കും. അതിന്റെ തെളിവാണ് ആത്മീകതയുടെ അന്ധതയിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്ന ഒരു ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു ബൾബിന്റെ അടുത്തേക്ക് നമ്മൾ പോകും തോറും നമ്മൾ പ്രകാശമുള്ളതായി മാറും. നമ്മുടെ കാഴ്ച വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതുപോലെ ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമ്മൾ കടന്നു വരുന്തോറും നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ വെളിച്ചമുണ്ടാകും. എത്രയും അടുത്തേക്ക് വരുന്നു അത്രയും ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകും. ആത്മീകതയുടെ അന്ധതയിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. മോശയുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഒരിക്കൽ മോശ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് നിന്റെ മുഖമൊന്ന് കാണണം. അപ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ മുഖം അല്ലെങ്കിൽ എന്നെ കാണുവാൻ നിനക്ക് കഴിയുക, എന്നെ കണ്ടു കഴിഞ്ഞാൽ നീ മരിച്ചു പോകും, എന്നാൽ ഞാൻ നിന്നെ പാറകളുടെ ഇടയിൽ ഒളിപ്പിക്കാമെന്ന് പറയും. അങ്ങനെ മോശ ഒരു പാറയുടെ ഇടുക്കിനകത്ത് ഒളിച്ചിരിക്കുമ്പോൾ ദൈവം അതുവഴി കടന്നു പോകുന്നു. ആ മഹാ തേജസ്, ആ വലിയ വെളിച്ചം മോശയുടെ അരികിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ പിൻഭാഗം മോശയ്ക്ക് കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ ആ മോശയുടെ ജീവിതം അല്ലെ മോശയുടെ മുഖം പ്രകാശപൂരിതമായി മാറുകയാണ്. ഇവിടെ കാണുന്നത് ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിച്ച മോശയ്ക്ക് ഒരു വലിയ വെളിച്ചം മോശയുടെ ജീവിതത്തിനകത്തേക്ക് വീശുകയാണ്. ദൈവം വെളിച്ചമാകുന്നു. ആ ദൈവത്തിന്റെ വെളിച്ചത്തിനകത്ത് ഒരു തേജസ് ഉണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, മോശ ദൈവത്തിന്റെ അരികിലൂടെ എത്തിയപ്പോൾ അല്ലെങ്കിൽ ദൈവം മോശയുടെ അരികിലേക്ക് എത്തിയപ്പോൾ മോശയുടെ ജീവിതമൊക്കെ ഒരു പ്രകാശപൂരിതമായി മാറി. ദൈവം വെളിച്ചമാകുന്നു എന്നുള്ളതിനുള്ള തെളിവാണ്. ആത്മീകതയുടെ അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തുന്ന ദൈവത്തെയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബില്ലി ഗ്രഹാം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സുവിശേഷകനാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആത്മീക വെളിച്ചമുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു വലിയ സ്റ്റേഡിയത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലർ അദ്ദേഹത്തെ കൊല്ലുവാൻ രഹസ്യമായി തോക്കുകളും മറ്റും കയ്യിൽ കരുതി ഇദ്ദേഹത്തെ കൊല്ലുവാൻ പതിയിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ഈ കൊല്ലുവാൻ വന്നവർക്ക് ഒരു വലിയ മാനസാന്തരമുണ്ടായി. അവര് ആ തോക്ക് ഉപേക്ഷിച്ചു കളഞ്ഞു. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ സന്ദേശം, ബില്ലി ഗ്രഹാമിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ദൈവത്തിന്റെ വചനമാണ്. ഇരുവാൾ തലയുള്ള വാൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ ശക്തമായ ദൈവത്തിന്റെ വചനം പുറപ്പെട്ടപ്പോൾ ആ കൊല്ലുവാൻ വന്നവർക്ക് പോലും അവരുടെ ഹൃദയത്തിനകത്തേക്ക് അത് കുത്തി തുളച്ചു കയറിയപ്പോൾ അവർക്കൊരു മാനസാന്തരമുണ്ടായി. അവരുടെ ആയുധങ്ങൾ കീഴെ വെച്ച് അവരാ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ ഒരു വ്യക്തി റിസീവ് ചെയ്യുമ്പോൾ അവന്റെ ആത്മീകതയുടെ അന്ധതയിൽ നിന്നും അവനൊരു വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ബില്ലി ഗ്രഹാമിന്റെ വായിൽ നിന്ന് വരുന്ന വചനം അത് ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനം എന്ന് പറയുന്നത് ദൈവിക വെളിച്ചമാണ്. ആ വെളിച്ചം ആ ശത്രുക്കളുടെ മേൽ അല്ലെങ്കിൽ ബില്ലി ഗ്രഹാമിനെ വകവരുത്തുവാൻ തോക്കുമായി വന്നവരുടെ മുകളിലേക്ക് വന്നപ്പോൾ, ആ ദൈവവചനം എന്ന വെളിച്ചം വന്നപ്പോൾ അവർക്ക് മാനസാന്തരമുണ്ടായി. അതുകൊണ്ട് ഇവിടെ കാണുന്നത് എന്താ പറഞ്ഞത്, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്.